ഹിജ്റ വർഷത്തിന്റെ ആദ്യ മാസത്തിലാണ് നമ്മളത് മുഹറം. പരിശുദ്ധമായ ഒരു മാസമാണിത്. ഒരുപക്ഷെ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ 2 നോമ്പുകൾ നമ്മൾ അനുഷ്ഠിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വിശുദ്ധ മാസം. ഒരു പുതിയ വർഷം പിറക്കുമ്പോൾ വീട്ടിൽ നിന്നും ഇറക്കുന്ന ജനാസ ഖബറിലേക്ക് എത്തുന്നതിന്റെ വഴിദൂരം 5 മിനിറ്റോ 10 മിനിറ്റോ നടന്നു നീങ്ങുമ്പോൾ ഓരോ അടികളും ഖബറിലേക്ക് അടുക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ ജനാസയുടെ നീക്കമാണ് രാപ്പകലുകൾ നമ്മളെ അറിയിക്കുന്നത്. വർഷത്തിന്റെ മാറ്റങ്ങൾ എന്തായിരുന്നാലും നമ്മുടെ മരണ തീയതിയിലേക്കും നമ്മുടെ ഖബർ പ്രവേശനത്തിലേക്കുമുള്ള വഴി എളുപ്പമാക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവും പകലും സഞ്ചരിക്കുമ്പോൾ അതിനൊരു സഞ്ചാരത്തിന്റെ പ്രതീകമുണ്ട്. ആ സഞ്ചാരത്തിൽ എന്തോ ഒന്ന് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അതെന്റെയും നിങ്ങളുടെയും മരണത്തിലേക്കുള്ള ദിനമാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന സൂചനയാണ് വർഷത്തിന്റെ മാറ്റങ്ങൾ നമ്മളെ കുറിക്കുന്നത്. സാധാരണ വർഷത്തിന്റെ മാറ്റത്തെയും പുതിയ മാസത്തെയും ആഘോഷമായിട്ടാണ് എല്ലാവരും കാണാറുള്ളത്. പക്ഷേ ഏതർത്ഥത്തിലാണ് അത് ആഘോഷമായി എടുക്കുക? ഇനി പരലോകമൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നവൻ, മരണത്തിനപ്പുറത്തെ അനുഭവങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നവനാണെങ്കിലും എങ്ങനെ സന്തോഷിക്കും? കാരണം ശരീരം ക്ഷയിക്കുകയാണ്, പുതിയ രോഗങ്ങൾക്ക് അടിമയാവുകയാണ്, ജീവിതത്തിൽ അവശനാവുകയാണ്, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് ജീവിതം വാർദ്ധക്യത്തിലേക്ക് പരിവർത്തിക്കുകയാണ്. അതിപ്പോ സന്തോഷമുള്ള കാര്യമാണ്. 60 വയസ്സായവൻ 61 വയസ്സായി എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണോ? ഇനി പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ പ്രവർത്തനങ്ങളുടെ വിചാരണയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? ജനങ്ങൾക്ക് അവരുടെ വിചാരണ അതിലേക്ക് അവരടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിചാരണ അടുത്തു വന്നു. ഓരോ നിമിഷവും നമ്മളെ ആ വിചാരണയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവർ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുകയാണ്. നാം ഒരിക്കലും അത് ആളുകൾ ഉൾക്കൊള്ളുന്നില്ല. ഞാനൊരു വിചാരണയിലേക്കാണ് നടന്നു പോകുന്നത്, പരലോകത്തേക്കാണ് എത്തുന്നത്, സ്വർഗനരകങ്ങളിലേക്കാണ് ഈ പോക്ക് എന്നെ അടുപ്പിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ അശ്രദ്ധയിലാണ് ആളുകൾ. പുതിയ എന്തെങ്കിലും ഉത്ബോധനങ്ങൾ അള്ളാഹു എപ്പോഴും ഓരോ ഉപദേശങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ ഉപദേശങ്ങൾ കിട്ടുമ്പോഴൊക്കെ അവരത് കേൾക്കുന്നുവെങ്കിലും എങ്ങനെയാണ് കേൾക്കുന്നത്? വഹും യൽഅബൂൻ, അവരിപ്പോഴും കളിയിലാണ്. ഒരു ഗൗരവ ബോധം എന്തുകൊണ്ടോ ജീവിതത്തിൽ അവർക്ക് വന്നിട്ടില്ല എന്നാണ് പരലോകത്തെയും വിചാരണയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്നും പാഴായി പോവുകയില്ല. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് നമ്മൾ കാണേണ്ടി വരിക തന്നെ ചെയ്യും. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂഅ. തിന്മയായാലും നന്മയായാലും പ്രവർത്തിച്ചതെല്ലാം ഓരോരുത്തരും നേർക്ക് നേരെ ആസന്നമായി ഹാജരായി നമ്മുടെ കൺമുന്നിൽ വരും. അങ്ങനെ കൺമുന്നിൽ വരുമ്പോൾ അങ്ങനത്തെ ഒരു വരവിനെയോ ഒരു വിചാരണയെയോ തന്റെ പ്രവർത്തനങ്ങൾ തന്റെ മുന്നിൽ വന്ന് പെടുന്നതിനെയോ ആഗ്രഹിച്ചിട്ടില്ലാത്ത, വിചാരിച്ചിട്ടില്ലാത്ത, അതിനുവേണ്ടി ഒരുങ്ങിയിട്ടില്ലാത്ത മനുഷ്യൻ ഞാനും ഈ പ്രവർത്തനങ്ങളും തമ്മിൽ വളരെ വലിയ വഴിദൂരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപക്ഷെ അവൻ ആഗ്രഹിച്ചു പോകുമെന്നാണ്. അപ്പോൾ ഹിജ്റയുടെ ഒരു പുതിയ വർഷാരംഭം അത് കുറിക്കുമ്പോൾ നാം എത്രയോ സഞ്ചരിച്ചു എന്ന് നമ്മൾ ആലോചിക്കണം. അടുത്ത ദിനങ്ങളെങ്കിലും അടുത്ത വർഷങ്ങളെങ്കിലും എനിക്കൊന്ന് കരുതി ജീവിക്കണം, അശ്രദ്ധമായ ജീവിതത്തിൽ നിന്നും ഒരു ശ്രദ്ധ ചെലുത്തുന്നവരാവണം എന്ന ഒരു ചിന്തയ്ക്ക് ഈ പുതിയൊരു വർഷത്തിന്റെ മാറ്റം നമ്മളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, എന്തൊരു സന്ദേശമാണ് ഈ പുതിയ മാസം നമുക്ക് നൽകുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വരുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ ഈ ആശൂറായിന്റെയും ഈ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ നബി അവരോട് ചോദിച്ചു, മാ ഹാദൽ യൗമുല്ലദീ തസുമൂനഹു, നിങ്ങൾ ഈ നോക്കുന്ന ഈ നോമ്പ് എന്താണ് എന്നവരോട് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഹാദാ യൗമുൻ നജ്ജല്ലാഹു ഫീഹി മൂസ വഖൗമഹു, മൂസയെയും ജനതയെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാകുന്നു ഇത്, അവിടെ ഫിർഔനെ നശിപ്പിച്ച ദിവസമാകുന്നു ഇത്. ഫസാമഹു മൂസ ശുക്രൻ ലില്ലാഹ്, അള്ളാഹുവിന് നന്ദി എന്നോണം മൂസാ നബി അലൈഹിസ്സലാം നോമ്പ് നോറ്റു. ഫനഹ്നു നസുമുഹു, അതുകൊണ്ട് ഞങ്ങളും നോമ്പ് നോൽക്കുന്നു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയാണ്, നഹ്നു അഹഖു വ ഔല ബിമൂസ മിൻകും, മൂസയോട് നിങ്ങളെക്കാളും മൂസയോട് ബന്ധമുള്ളത് ഞങ്ങൾക്കാണ്, അതുകൊണ്ട് ഫസാമഹു വ അമറ ബിസിയാമിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കുകയും നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നതാണ്.
വളരെ വലിയ ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം പറഞ്ഞ സംഭവമാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെയും ഫിർഔന്റെയും സംഭവം. ചിലപ്പോഴൊക്കെ അത് ഓർക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് വലിയ ഗുണപാഠങ്ങൾ കിട്ടും. അതായത് പ്രതീക്ഷയില്ലാത്ത പല കാര്യങ്ങളിലും അള്ളാഹുവിന്റെ വാക്കുകളിൽ വിശ്വസിക്കുമ്പോഴുണ്ടാകുന്ന ആ മാനസികമായ ദൃഢതയാണ് അതിലുള്ളത്. കാരണം കടലിന്റെ ഭാഗത്തേക്കാണ് പോണത്. എവിടുന്ന് ഫിർഔൻ പിന്നാലെ കൂടുമ്പോൾ കടലിന്റെ ഭാഗത്തേക്കാണ് പോണത്. കടലിന്റെ ഭാഗത്തേക്ക് പോയാൽ കടൽ വരെയല്ലേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട്, കണ്ടു പോയിക്കോളും. അതുകൊണ്ട് അവിടെ കടലാണെന്നതോ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറവാണെന്നതോ ആ പോക്കിന്റെ വീര്യം ചോർത്തിക്കളഞ്ഞില്ല. ഒരു രക്ഷയ്ക്ക് വേണ്ടി ഓടുമ്പോൾ ഒരിക്കലും അവിടെ രക്ഷയ്ക്ക് മാർഗങ്ങൾ ഉണ്ടാവില്ലെന്ന് ഒരിക്കലും വിശ്വസിച്ചില്ല. പക്ഷേ അവിടെ എത്തുമ്പോൾ വഴി കാണുന്നില്ല, കടലാണ് കാണുന്നത്. അപ്പൊ കടൽ കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഒപ്പമുള്ള ആളുകൾ പറഞ്ഞു, ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകുൻ. പിന്നാലെ മറ്റുള്ള ആളുകൾ വന്നു ഫിറൗനും കൂട്ടരും ഒപ്പം എത്തിക്കഴിഞ്ഞപ്പോൾ മൂസാ നബിന്റെ ആളുകൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകുൻ, പിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇനി രക്ഷല്ല, പിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോഴും അള്ളാഹുവിന്റെ വാഗ്ദത്തിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താണ്? ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. കല്ല, അങ്ങനെ വേണ്ട. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും എന്ന് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു. നിമിഷങ്ങൾക്കകം അള്ളാഹു രക്ഷയുടെ പുതിയ വാതിൽ തുറക്കാണ്. അനിൽദരിബ് അസാക്കൽ ബഹർ, കടലിൽ അടിക്കാൻ വേണ്ടി പറഞ്ഞു. ഫംഫലക ഫകാനു കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം. അങ്ങനെ കടലിലടിച്ചപ്പോൾ കടൽ രണ്ട് ഭാഗമായി തിരിഞ്ഞു. ഒഴുകി വരുന്ന വെള്ളം അവിടെ നിന്നു. എന്നിട്ടൊരു നല്ല ഉണങ്ങിയ വഴി തുറന്നു. വെള്ളം മാറിയപ്പോൾ ഉണങ്ങിയ ഒരു വഴി തുറന്നു. ആ വഴി തുറന്ന് രക്ഷയുടെ വഴി ഒഴുകി. അങ്ങനെ ആ കടലിലേക്ക് ഇറങ്ങാൻ അള്ളാഹുവിന്റെ ഒരു കുതിരത്ത് നോക്കൂ സഹോദരങ്ങളെ. കടലിലേക്ക് ഈ ഒരേ വഴി മൂസാ നബി അലൈഹി സ്വലാമിനും അനുയായികൾക്കും രക്ഷയായപ്പോൾ അതേ വഴി ആർക്ക് ശിക്ഷയായി? ഫിറൗനും കൂട്ടർക്ക് ശിക്ഷ. പടച്ചോന്റെ ഹിക്മത്തല്ലേ അത്? അതായത് മൂസാ നബി അലൈഹി സ്വലാമും കൂട്ടരും മുഴുവനായി ഇറങ്ങി, അവർ മുന്നിലാണ്, ബാക്കിൽ ഇവരാണ്. അവരിൽ അവസാനത്തെ ആളും കേറിയപ്പോഴേക്കും ഫിറൗനും ഒപ്പമുള്ളവരും മുഴുവനും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ കരക്കെത്തിയപ്പോഴേക്കും ഇവർ മുഴുവനും അതിലേക്ക് എന്ത് ചെയ്തു? ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ആ വെള്ളം പഴയതുപോലെയായി. ആ സമയത്താണ് ഫിർഔൻ പറയുന്നത്, ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. അഹങ്കാരത്തിന് എപ്പോഴാ ഒരു അവസാനം ഉണ്ടാകുക? അഹങ്കാരത്തിന് എപ്പോഴാ സുഹൃത്തുക്കളെ അവസാനം ഉണ്ടാകുക? തന്റെ അഹങ്കാരത്തിന് ഫലമില്ലെന്ന് മനസ്സിലാകുമ്പോൾ അതിനും ഒരു ഒടുക്കമുണ്ടാകുമല്ലോ. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അവൻ പറഞ്ഞ വാക്ക്, ഞാൻ വിശ്വസിച്ചു. ആരിൽ വിശ്വസിച്ചു? ബനൂ ഇസ്രായേലുകാർ വിശ്വസിക്കുന്ന ഒരാളുണ്ടല്ലോ, അവനല്ലാതെ മറ്റാരാധ്യനില്ല. ആ അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഫഅന മിനൽ മുസ്ലിമീൻ വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാകുന്നു. അവിടെ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അൽ ആൻ, ഇപ്പോഴാണോ എന്നാണ്. വഖദ് അസൈത ഖബൽ വകുൻത മിനൽ മുഫ്സിദീൻ, ഇതുവരെ അനുസരണക്കേട് കാണിച്ചിട്ട് നീ ഇപ്പോഴാണോ വിശ്വാസിയാവുന്നത് എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം. ഇപ്പോഴാണോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ വിളിച്ചാൽ പോരാ. പ്രതിസന്ധിക്ക് മുന്നേ തന്നെ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ വിശ്വാസവും ഈമാനും ഒക്കെ ഉള്ളവർക്ക് ആ സമയത്തൊരു സഹായവും ഒരു രക്ഷയും കിട്ടുകയുള്ളൂ എന്നാണ്. സുഹൃത്തുക്കളെ, ഇതെങ്ങനെ സംഭവിച്ചു? അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? പ്രാർത്ഥനയാണ്. അതായത് മുന്നിൽ യാതൊരു പ്രതീക്ഷയും, ഇത്രയും ധിക്കാരിയായ അള്ളാഹുവിനോട് ഏറ്റവും അനുസരണക്കേട് കാണിക്കുന്ന ഒരു ഫറോവയുടെ കിരാതമായ ഭരണത്തിൽ നിന്ന് ബനൂ ഇസ്രായേലുകാരെ വംശനാശം സംഭവിപ്പിക്കുവാൻ വേണ്ടി ജനിക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ ഉത്തരവ് പുറപ്പെടുവിച്ച ഒരു ഭീകരനായ ഒരു ഭരണാധികാരിയിൽ നിന്നും രക്ഷയുണ്ടാകുമോ? അവിടെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഒരു പ്രാർത്ഥന അള്ളാഹു ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. വഖാല മൂസ പ്രാർത്ഥിച്ചു. എന്താ മൂസാ നബി പ്രാർത്ഥിച്ചത്? റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ. റബ്ബേ, നീ നൽകിയിരിക്കുന്നു ഫിർഔനിനും അവന്റെ പ്രമാണിമാർക്കും അവന്റെ കൂടെയുള്ള പ്രമുഖന്മാർക്കും നീ നൽകി സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ, ഭൗതികമായ സൗകര്യങ്ങളും അലങ്കാരങ്ങളും ഒക്കെ നീ അവർക്ക് കൊടുത്തു. അതുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്? ലിയുദില്ലു അൻ സബീലിക, നിന്റെ വഴിയിൽ നിന്ന് ആളുകളെ എങ്ങനെ പഴപ്പിക്കാൻ പറ്റൂ, നിന്റെ ദീനിനെ എങ്ങനെ ഉപദ്രവിക്കാൻ പറ്റൂ,
നിന്റെ ദീനിൽ വിശ്വസിച്ചവരെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ അതിനാണല്ലോ ഫിറഔൻ അവന്റെ അധികാരവും അവന്റെ പണമൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് റബ്ബേ റബ്ബന തുമിസ് അലാ അംവാലിഹിം വഷ്തുദ് അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനു ഹത്താ യറവുൽ അദാബൽ അലീം. റബ്ബന തുമിസ് അലാ അംവാലിഹിം, റബ്ബേ അവിടെ സമ്പത്ത് മുഴുവനും നീ നശിപ്പിച്ച് കളയണം. അവിടെ ഹൃദയങ്ങൾക്ക് നീ കാഠിന്യം കൊടുക്കണം. ഇനി എന്തെങ്കിലും ഒരു മനം മാറ്റമുണ്ടായി അവർ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാത്ത വിധം അവിടെ മനസ്സുകൾക്ക് നീ ഉറപ്പ് കൊടുക്കണം. ഫലാ യുഅ്മിനു ഹത്താ യറവുൽ അദാബൽ അലീം, കഠിനമായ ശിക്ഷ കാണുന്നത് വരെ അവർ വിശ്വസിക്കുകയില്ല. ആ പ്രാർത്ഥനയാണ് സുഹൃത്തുക്കളെ നമ്മൾ കണ്ടത്. ആ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണല്ലോ ഉത്തരം നൽകിയത്? ഫിർഔൻ വലിയൊരു വിജയത്തോടുകൂടെ പിന്നാലെ കൂടുന്നതാണ് കാണുന്നത്. പക്ഷേ ആ കൂടൽ മരണത്തിലേക്കുള്ള യാത്രയായിരുന്നു എന്ന് ആർക്കറിയാം? അതാണ് അല്ലാഹുവിന്റെ ഹിക്മത്ത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രാർത്ഥന അല്ലാഹു പറഞ്ഞതിലെ ഉറച്ച വിശ്വാസം അതാണ് കടലിലേക്കും രക്ഷ പ്രതീക്ഷിച്ച് പോകാനുള്ള കാരണം. ഒരു അസുഖം വന്ന കുറച്ച് പ്രയാസം ഇന്നിപ്പോ എന്താ ഇതിന് ദ്വാരന്നിട്ട് കാര്യം? നമ്മുടെ മനസ്സങ്ങനെ ആളുകൾ പരലോകത്തെ ചില കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അതൊക്കെ ഉണ്ടാവും ആളുകളെ മനസ്സ് പറയും. സുഹൃത്ത്, നമുക്കുള്ള പ്രമാണം എന്താ? നമ്മുടെ ബുദ്ധി ഒന്നല്ല, പടച്ചോൻ പറഞ്ഞോ ഉണ്ടാവും. അതന്നെയാണ് ഉറപ്പ്, വേറെ തെളിവൊന്നും വേണ്ട. പടച്ചോൻ പറഞ്ഞോ ഉണ്ടാകും. ആ കടലിന്റെ വക്കത്ത് നിനക്ക് രക്ഷയുണ്ട്, നീ അങ്ങോട്ടേക്ക് നീങ്ങൂന്ന് മൂസാ നബിയോട് പറഞ്ഞെങ്കിൽ, ആ കടൽ പിളർന്ന് അപ്പുറത്തേക്ക് വഴി ഒരുക്കിയെങ്കിൽ അള്ളാഹു പറഞ്ഞത് നടപ്പിലാക്കാൻ അള്ളാഹുവിന് ഒരു പ്രയാസമില്ല. അതൊക്കെ അതുപോലെ സംഭവിക്കും. അതൊക്കെ ആ സമയത്ത് കാണും. പ്രാർത്ഥനയ്ക്ക് ഇത്രയും വിശാലമായ ഉത്തരമുണ്ടെന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം എന്താ അറിയോ? ഫിറഔന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ട ഈ മാസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു പാഠം എന്താണ്? എന്തു വലിയ അക്രമം ചെയ്താലും അതിനൊക്കെ അവസരങ്ങൾ കൊടുക്കും. അല്ലെ, എത്ര കാലമാണ് മൂസാ നബി അലൈഹി സ്വലാമിനെയും ബനു ഇസ്രായേലിനെയും പീഡിപ്പിക്കാൻ ഫിർഔൻ അള്ളാഹു സാവകാശം കൊടുത്തത്? അള്ളാഹു കൊടുത്ത സമയം എത്ര സമയമാണ്? ഏറ്റവും അവസാനം നാട്ടിൽ നിന്ന് അവരെ മുഴുവനും വംശനാശം വരുത്തി ആട്ടി പുറത്താക്കാൻ വരെയുള്ള അവസരങ്ങളിലേക്ക് എന്ത് ചെയ്തു? കാര്യങ്ങൾ എത്തിച്ചേർന്നു. പക്ഷേ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, ഇത് ഫിറൗന് മാത്രം ബാധകല്ല. എത്രയോ അവസരങ്ങൾ കിട്ടിയിട്ടും തന്റെ അക്രമ പ്രവർത്തനങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ഷിർക്കിൽ നിന്നും തിരിച്ചു വരാത്തവർക്ക് മുഴുവനുള്ള താക്കീത്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്നൊന്നും വിചാരിക്കരുത്. ഒന്നും പറ്റണില്ല വിചാരിച്ചിട്ട് പടച്ചോൻ ഇതൊന്നും കാണില്ല, ഇതൊന്നും കുഴപ്പമില്ല വിചാരിക്കരുത്. അതിനൊക്കെ അള്ളാഹു ഒരു സമയം വെച്ചിട്ട് ആ സമയം വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. എന്തായിരുന്നാലും തെറ്റായ പ്രവർത്തനങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഒരു നരകം അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പ്രവർത്തനങ്ങൾക്ക് ഒരു സ്വർഗം ഉണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹ് പറയുന്നു, ഫലാ തഹ്സബന്നല്ലാഹ മുഖ്ലിഫ വഅദിഹി റുസ്ലഹു. പ്രവാചകന്മാരുടെ അള്ളാഹു ചെയ്തൊരു വാഗ്ദാനവും അള്ളാഹു തെറ്റിക്കുകയില്ല. ഇന്നല്ലാഹ അസീസുൻ ദുൻതിഖാം. അള്ളാഹു പ്രതാപശാലിയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നവരുമാകുന്നു എന്ന് ഭൂമിയിൽ നടന്ന എല്ലാ അക്രമങ്ങളെയും ലിസ്റ്റ് ചെയ്ത് അതിന്റെ ആളുകളെ കൃത്യമായി വിചാരണയ്ക്ക് കൊണ്ടുവന്ന് കണക്കൊത്ത പ്രതിഫലം പടച്ചവൻ ഒരു നാൾ കൊടുക്കും. അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ വിദ്യകളും തന്ത്രങ്ങളും സ്വാധീനങ്ങളും ഉപയോഗിച്ച് രക്ഷപ്പെട്ടതുകൊണ്ട് ആ അക്രമങ്ങൾക്കൊന്നും ഇനി ഒരു പരിണിതി ഇല്ലാന്ന് വിശ്വസിക്കണ്ട എന്നാണ് അതുണ്ടാകുക. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്. ആകാശവും ഭൂമിയും മാറ്റപ്പെടും. ഇന്ന് കാണുന്നതല്ലാത്തൊരവസ്ഥയിലേക്കും ഈ ഭൂമിയും ഈ പ്രപഞ്ചവും മാറും. അധികാരസ്ഥനായ ആധിപത്യമുള്ളവനായ ഏകനായ അള്ളാഹുവിന് വേണ്ടി എല്ലാവരും ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരും. ഇതുവരെ ഭൂമിയിലുള്ളവർ മുഴുവനും എന്ത് ചെയ്യും? ആ പുതിയ മാറ്റത്തിൽ പുറത്തേക്ക് വരും. അപ്പോഴോ അന്ന് കുറ്റവാളികളെ നിനക്ക് കാണാം ചെങ്ങലകളിൽ പരസ്പരം കോർത്തു കെട്ടിയവരായി. എല്ലാവരെയും പാടെ ഒറ്റക്കൊറ്റക്കല്ല, എല്ലാവരെയും പാടെ ചേർത്ത് ചെങ്ങലകളിൽ കോർത്തു കെട്ടിയിട്ടുണ്ടായിരിക്കും. അവർക്കൊരു കുപ്പായമുണ്ടെന്ന്. ഖത്റാൻ, അത് ടാറ് കൊണ്ടാണ് കുപ്പായം. എന്തിനാ ടാറിന്റെ കുപ്പായം? നരകത്തിന്റെ ചൂടിൽ അവർ ഉരുകുന്നതിന് വേണ്ടി. അവിടെ മുഖത്ത് തീ മൂടിയിരിക്കും. തീ കൊണ്ട് കവചമുണ്ടാകും അവിടെ മുഖത്ത്. ഓരോരുത്തരും ചെയ്തതിനുള്ള പ്രതിഫലം അവർക്ക് നൽകുന്നതിന് വേണ്ടി. അല്ലാഹു പെട്ടെന്ന് വിചാരണയ്ക്ക് എടുക്കുന്നവനാകുന്നു. എന്തിനാണ് ഈ താക്കീത്? ഇത് ജനങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിനൊന്നും ഇപ്പൊന്നും കാണുന്നില്ലെങ്കിൽ ഇനിയൊന്നും ഉണ്ടാവില്ല വിചാരിക്കരുത്.
കാരണം ഈ ലോകം ഇങ്ങനെ നിൽക്കില്ല. ഇതിനൊരു മാറ്റം അല്ലാഹു വരുത്തുന്നത് ഈ ഭൂമിയിൽ ജീവിച്ച മുഴുവൻ ആളുകളെയും നന്മ തിന്മകളെ വിചാരണ ചെയ്യാൻ വേണ്ടിയാണ്. അതൊരു താക്കീതായി മനസ്സിലാക്കിക്കൊള്ളൂ എന്നാണ്. വലിയഅലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ് വലിയദ്ദക്കറ ഉലുൽ അൽബാബ്. അവൻ ഏകനായ ഒരു ആരാധ്യനാണെന്നും മനസ്സിലാക്കണം ബുദ്ധിയുള്ളവർ ചിന്തിക്കുന്നതിന് വേണ്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മഹത്തായ പാഠവും അതേപോലെ തന്നെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയും വിശ്വാസികൾക്ക് വലിയ മനഃശക്തിയും നൽകുന്ന പാഠങ്ങളാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെയും ഫിർഔന്റെയും ചരിത്രം. അതിന്റെ ഓർമ്മകളാണ് ഈ മുഹറത്തിൽ. എന്തിന് വർഷാവർഷങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു? അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളെ, പൂർവിക പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പുതിയ വഴിയും മനസ്സമാധാനവും മനഃശക്തിയും പ്രതീക്ഷയും നമുക്ക് നൽകുന്നതാണ്. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളും നമ്മളെ കാത്തുരക്ഷിക്കുകയും നരകത്തിന്റെ ഭയാനകത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാവും.